കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവജനത്തിനും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ദിനം കൂടെ നമ്മുടെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താൻ ഇങ്ങനൊരു അവസരം ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്ന ദൈവീക ആലോചനകൾ നമുക്ക് അനുഗ്രഹമായി തീർന്നല്ലോ. ഇന്ന് പകലിലും നമ്മളായിരുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവീക സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാനിടയായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൽ അല്പമായി ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പ്രകാശിപ്പിച്ചു തന്നതായ ദൈവവചനം യേശുവിനെ സ്വീകരിച്ച ഭവനങ്ങളിൽ സംഭവിച്ചതിനെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. യേശു കർത്താവിനെ തങ്ങളുടെ ഭവനങ്ങളിൽ സ്വീകരിച്ച ഭവനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ പ്രാരംഭത്തിൽ നാം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, ശബത്ത് നാളിൽ പരീശ പ്രമാണികളിൽ ഒരുത്തൻ യേശുവിനെ ഭക്ഷണത്തിനായിട്ട് തൻ്റെ വീട്ടിൽ വിളിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശബത്ത് നാളിലാണ് ഈ പരീശ പ്രമാണി യേശു ക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത്. നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആതിഥ്യ മര്യാദകൾ ഉള്ളത് കൊണ്ടൊന്നുമല്ല യേശുവിനെ അവിടെ വിളിച്ചത്. അത് വളരെ വ്യക്തമായി തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകത യേശുവിൽ ഒരു കുറ്റം ചുമത്തേണ്ടതിന് വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി അത് അവൻ്റെ മേൽ ഏൽപ്പിക്കേണ്ടതിന് ചുമത്തേണ്ടതിന് വേണ്ടിയാണ് യേശുവിനെ അവിടെ ക്ഷണിച്ചത് എന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെയായാലും യേശുവിൻ്റെ സാമീപ്യം ഇപ്പോൾ ആ ഭവനത്തിലുണ്ട്. യേശുവിനെ സ്വീകരിച്ച ഒരു ഭവനമാണ്. അവിടെ സംഭവിച്ച ഒരു കാര്യം നമുക്ക് എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്, സ്തോത്രം, യേശുവിനെ അവിടെ ക്ഷണിച്ചപ്പോൾ അവരെല്ലാവരും യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, എല്ലാവരും അവനെ ശ്രദ്ധിക്കുകയാണ്, എല്ലാവരും അവനെ ഉറ്റുനോക്കുകയാണ്. സ്തോത്രം. ആ സമയത്ത് ഹല്ലേലൂയ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് യേശു ചോദിച്ചു. നമുക്ക് വളരെ വ്യക്തമായിട്ട് യേശു ചോദിക്കുകയാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്നാണ്? അത് ദൈവഹിതപ്രകാരമുള്ള കാര്യമാണോ, വിഹിതമാണോ എന്ന് ചോദിക്കുമ്പോൾ, സ്തോത്രം, അവിടെ അവരിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അല്ല എന്ന ന്യായമാണ് അവർക്ക് പറയുവാനുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. സ്തോത്രം. ശബത്തിൽ നീ സൗഖ്യമാക്കരുത്, അത് വിഹിതമല്ല എന്ന് പറയാനുള്ള ന്യായമാണ് അവരുടെ മുമ്പിലുള്ളത്. എന്നാൽ അവരെ സംബന്ധിച്ച് അത് യേശുവിനോട് പറയുവാനുള്ള ധൈര്യം അവിടെ കാണിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ അവരവിടെ മിണ്ടാതെ ഇരിക്കുകയാണ്. അവർ നിശബ്ദരായിട്ടിരിക്കുമ്പോൾ യേശു അവിടെ ചെയ്തത് മഹോദരമുള്ളതായ ഒരു മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. ഇവിടെ ഈ പരീശ പ്രമാണിയുടെ വീട്ടിൽ ഈ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ, വിരുന്നിന് ക്ഷണിക്കുന്ന സമയത്ത് അവിടെയും മഹോദരമുള്ളതായ ഒരു മനുഷ്യൻ, രോഗബാധിതനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ കർത്താവ് ആ മനുഷ്യൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ശബത്തിലായാലും ഏത് സാഹചര്യത്തിലും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തി നിലയ്ക്കുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കർത്താവ് ഇവിടെ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തി ഒരിക്കലും നിലയ്ക്കാത്തതാണ്. ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒഴുക്ക് അത് ഹല്ലേലൂയ, സ്തോത്രം, ശബത്തിനോ ഒന്നും അതിനെ നിലയ്ക്കുവാൻ, അതിനെ നിർത്തുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നു. നമുക്കറിയാം, ഈ സ്നേഹവും കരുണയും എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ളതായ ഒന്നാണ്. അപ്പോൾ ഈ പരീശൻ്റെ ഭവനത്തിൽ യേശുവിനെ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം കർത്താവ് അവിടെ വളരെ വ്യക്തമാക്കുകയാണ്. ഏത് സാഹചര്യത്തിലും നാം കരുണയുള്ളവരും മറ്റുള്ളവരോട്, സഹജീവികളോട് സ്നേഹമുള്ളവരുമായിരിക്കണമെന്ന് കർത്താവ് ആ സൗഖ്യമാക്കലിലൂടെ ആ ഭവനത്തിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേ ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയതയുടെ ഏറ്റവും മൂല്യമുള്ള ഒരനുഭവമാണ് ഈ സ്നേഹവും കരുണയും എന്ന് പറയുന്നത്. നമ്മുടെ സഹജീവികളോട്, ഹല്ലേലൂയ, നമ്മുടെ സഹോദരങ്ങളോട്, കൂട്ടുവിശ്വാസികളോട്, ആമേൻ, നമ്മൾ എപ്പോഴും കരുണയും സ്നേഹവും ഉള്ളവരായിരിക്കണം. അത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റിക്കളയുവാൻ കഴിയുന്നതല്ല. അതിനെ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞോ,
ഏതെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ടോ ഒന്നും അതിൽ നിന്ന് നമുക്ക് ഒഴിവൊഴിവുള്ളവരായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി കർത്താവ് കാണിച്ച മാതൃകയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്വർഗീയ പിതാവ് ആണ് ആമേൻ ഹല്ലേലൂയ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ശക്തീകരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെയും ഈ കരുണയുടെയും പ്രവൃത്തി ഒരിക്കലും നിലയ്ക്കുന്നതല്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്വർഗീയ പിതാവിനാലാണ് അത് ചെയ്യുന്നത് എന്നും അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, കർത്താവിനെ സ്വീകരിച്ച ഒരു ഭവനം, ആ കുടുംബം, അത് മറ്റുള്ളവരോട് എപ്പോഴും കടപ്പെട്ടവരും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഹല്ലേലൂയ ഒഴുക്ക് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുമായിരിക്കുമെന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് എപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് വളരെ മാതൃകയോടെ ഹല്ലേലൂയ നമുക്ക് ദൈവം മുൻപാകെ നീതിയുള്ളൊരു ഹൃദയത്തോടെ നയിക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് യേശുവിനെ കൈക്കൊണ്ടതായ മറ്റൊരു ഭവനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആമേൻ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ മനുഷ്യൻ ആമേൻ കാട്ടത്തിയുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ സാമീപ്യം കൊണ്ട് സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ താഴെ ഇറങ്ങി വന്ന് യേശുവിനെ കൈക്കൊണ്ടു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു, അവൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു യേശുവിനെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ സാമീപ്യം ആ മനുഷ്യനിൽ പിന്നീട് വരുത്തിയതായ രൂപാന്തരത്തെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. യേശുവിൻ്റെ സാമീപ്യം ആ ഭവനത്തിൽ വരുത്തിയതായ വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ആ കുടുംബത്തിന് രക്ഷ വന്നതായിട്ടാണ് കർത്താവ് പിന്നെ നമുക്കവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, അത്യാഗ്രഹത്താൽ നിയന്ത്രിക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന അനുഭവമാണ് ഈ സക്കായിയുടെ മാനസാന്തരത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുവരെയും ആ മനുഷ്യനെ നയിച്ചുകൊണ്ടിരുന്നത് അത്യാഗ്രഹത്തിൻ്റെതായ ചില ചിന്തകളായിരുന്നു. സ്തോത്രം. അത്യാഗ്രഹം, അത് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കും. ഹല്ലേലൂയ. ധനസമ്പാദനമായിരുന്നു തൻ്റെ പ്രധാനപ്പെട്ട ആമേൻ ജോലി എന്ന് പറയുന്നത്. സ്തോത്രം. ചുങ്കം പിരിക്കുക, അതിലൂടെ ധനം സമ്പാദിക്കുക, ഇതായിരുന്നു ആ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത്യാഗ്രഹത്താൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്നാൽ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിൽ വലിയ രൂപാന്തരമുണ്ടാകുന്നു. അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി തീരുന്നു. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും, കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണത്തക്കവണ്ണൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, യേശു കർത്താവ് നമ്മുടെ ഭവനത്തിൽ അതിഥിയായിട്ടില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ സാമീപ്യം നമ്മളിൽ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ഹല്ലേലൂയ. കാരണം നാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി തീരും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സക്കായി അവിടെ പറയുന്നുണ്ട്, ഞാൻ വാങ്ങിയതൊക്കെ ഇരട്ടിയായിട്ട് 4 ഇരട്ടി മടക്കി കൊടുക്കുമെന്നാണ് കർത്താവിനോട് പറഞ്ഞു. 4 ഇരട്ടി മടക്കി കൊടുക്കുക. അതിൻ്റെ വ്യവസ്ഥ എന്തായിരുന്നു? തനിക്ക് മാറ്റം വന്നപ്പോൾ, തനിക്ക് മാനസാന്തരം വന്നപ്പോൾ, സക്കായിൽ ഒരു മാനസാന്തരം സംഭവിച്ചപ്പോൾ സക്കായി ചെയ്തത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണിത് പറയുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 22-ന്റെ 4-ാം വാക്യവും 7-ാം വാക്യവും, അതുപോലെ തന്നെ സ്തോത്രം, ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അകൃത്യത്തിന് പ്രതിശാന്തി വരുത്തണമെന്നും, അതുപോലെ തന്നെ എന്തെങ്കിലും അന്യായമായി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 5 ഇരട്ടിയായിട്ടും ഇരട്ടിയായിട്ടും ഒക്കെ മടക്കി കൊടുക്കണമെന്ന് നാം ആ പഴയ നിയമ ഭാഗത്ത് കാണുന്നുണ്ട്. സ്തോത്രം. അത് ദൈവം വെച്ചിരുന്ന വ്യവസ്ഥയാണ്. ലേവ്യ പുസ്തകം 6-ന്റെ 5 പറയുന്നത്, കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോടെ 5-1 കൂട്ടി പകരം കൊടുക്കണമെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ. താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോട് 5-1 കൂട്ടി, ആ മുതലിനോട് 5-1 കൂട്ടി തിരിച്ചു കൊടുക്കണമെന്നാണ്
ദൈവിക വ്യവസ്ഥ. സ്തോത്രം. സംഖ്യാപുസ്തകം 5:7 പറഞ്ഞിരിക്കുന്നത് അകൃത്യത്തിന് പ്രതിശാന്തി വരുത്തണമെന്ന. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിന് മുൻപ്, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുൻപ് നാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അതിന് പ്രതിശാന്തി വരുത്തിയേ പറ്റൂ. ഹല്ലേലൂയ. നാം അകൃത്യത്തിന് പ്രതിശാന്തി വരുത്തണമെന്ന സംഖ്യാപുസ്തകം 5:7 പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ പ്രവൃത്തി നമ്മൾ പിന്തുടർന്ന് അന്യായമായി സമ്പാദിച്ചതുണ്ട്, അന്യായമായി നേടിയതുണ്ട്, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിടമുണ്ട്, മറ്റുള്ളവരോട് അന്യായമായി ഇടപെട്ട മേഖലകളുണ്ട്. ഹല്ലേലൂയ. അതിന് പ്രതിശാന്തി വരുത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സക്കായിക്ക് ഒരു മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിൽ അത് പ്രതിശാന്തി വരുത്തുക. എന്നാൽ ഇന്ന് ദൈവമക്കളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇന്ന് വിശ്വാസി സമൂഹങ്ങളുടെ ഇടയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ തന്നെ തെറ്റിലേക്ക് വഴുതി പോകുകയാണ്. കാരണം അവർ പല കാര്യങ്ങൾക്ക് പ്രതിശാന്തി വരുത്തിയിട്ടില്ല, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുത്തിട്ടില്ല, ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതിനെ വീണ്ടും പിന്തുടരുന്നവരായിട്ട് തീരുകയാണ്. സക്കായിക്ക് വന്ന യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് 4 ഇരട്ടി മടക്കി കൊടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കുടുംബത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യം, യേശു നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിൽ വലിയ മാറ്റത്തിലേക്ക് നയിക്കുവാനിടയായി തീരട്ടെ. പ്രതിശാന്തി വരുത്തേണ്ടടുത്ത് പ്രതിശാന്തി വരുത്തുവാൻ, മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുക്കുവാൻ, ഏറ്റു പറയേണ്ടത് ഏറ്റു പറയുവാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലിടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ ആയിത്തീരുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ അളവറ്റ വലിപ്പത്തെ നമുക്ക് തിരിച്ചറിയുവാൻ, നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ നിമിഷങ്ങളിലും ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരും എന്നതിന് സംശയമില്ല. പലപ്പോഴും ആത്മാഭിഷേകം പ്രാപിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. പ്രതിശാന്തി വരുത്തേണ്ടടുത്ത് പ്രതിശാന്തി വരുത്തിയില്ലെങ്കിൽ, വിട്ടുകളയേണ്ടത് കളഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുത്തില്ലെങ്കിൽ, ആമേൻ, പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, സക്കായിയുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, പ്രതിശാന്തി വരുത്തി എന്ന് നമ്മൾ കാണുന്നു. 19:8 നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ വീടിന് രക്ഷ വന്നു എന്ന് യേശു കർത്താവ് പറയുകയാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഏറ്റുപറച്ചിലുകളും ഈ മടക്കി കൊടുക്കുന്ന അനുഭവങ്ങളും, അന്യായമായി സമ്പാദിച്ചതൊക്കെ മടക്കി കൊടുക്കേണ്ടടുത്ത് മടക്കി കൊടുക്കുക, മറ്റുള്ളവൻ്റെ കവർന്നത് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉള്ളത്തിൽ കുത്തലുണ്ടായി ദൈവാത്മ സാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു മടങ്ങിവരവ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് മനുഷ്യനാൽ അസാധ്യമാണെന്ന ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 18:27 പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് ഇത് ദൈവത്താൽ സാധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകർക്ക് കഴിയാത്തൊരു കാര്യമായത്, മനുഷ്യരാൽ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുന്ന ദൈവപൈതലേ, ഇത് ദൈവത്താൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ആമേൻ. ദൈവത്തിന് സാധ്യമാണിത്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഭവനത്തിന് രക്ഷ വന്നു എന്ന ഉറപ്പ് വരുത്തുവാൻ നമുക്കിടയായിത്തീരണം. പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കുവാൻ നമുക്കിടയായിത്തീരണം. നമുക്ക് അടുത്ത് വന്ന് കാണുവാൻ കഴിയുന്നത്, യേശു കർത്താവ് കടന്നു വന്ന മറ്റൊരു ഭവനം എന്ന് പറയുന്നത്, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, കാനാവിലെ ഭവനം, അവിടെ യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. കാനാവിലെ വിവാഹ വിരുന്ന് നടന്ന ഭവനം യേശുവിനെ സ്വീകരിച്ച ഭവനമായിരുന്നു. യേശു കർത്താവിനെ അവർ അതിഥിയായി ക്ഷണിച്ചു. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർ കടന്നു ചെന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ, ആ ഭവനത്തിൽ യേശുവിൻ്റെ സാമീപ്യം കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറിയ വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, യേശുവിൻ്റെ അമ്മ അവനോട്, ഹല്ലേലൂയ, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടുത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹത്തിന് അവിടെ സൽക്കാരത്തിന് വിളമ്പേണ്ടുന്ന വളരെ ആ കാലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. ആ വീഞ്ഞ് വിളമ്പുവാൻ ഇപ്പോൾ ആ ഭവനത്തിൽ ശൂന്യത അനുഭവപ്പെട്ടിരിക്കുകയാണ്. അത് ലജ്ജാകരമായി തീരും, നിന്ദാപാത്രമായി തീരുവാൻ സാഹചര്യം ഒരുക്കും എന്ന് മനസ്സിലാക്കിയ യേശുവിൻ്റെ അമ്മ പറയുന്നു, ഹല്ലേലൂയ, ഇവിടെ വീഞ്ഞില്ല എന്ന് യേശുവിനെ അറിയിക്കും. ദൈവമക്കളെ, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ എണ്ണയും വീഞ്ഞും ഒക്കെ മനുഷ്യൻ്റെ മുഖത്തെ മിനുക്കുന്നതും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും, ആമേൻ, സ്തോത്രം, ഒക്കെ ആനന്ദം നൽകുന്നതുമായ ഒരു കാര്യമാണ് ഈ വീഞ്ഞ് എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന, ഭവനത്തിൻ്റെ ആനന്ദത്തെ സൂചിപ്പിക്കുന്ന, ഭവനത്തിൻ്റെ ആമേൻ നന്മയെ സൂചിപ്പിക്കുന്ന
ഒരു അടയാളമായിട്ടാണ് വീഞ്ഞിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ഭവനത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ അനുഭവിക്കേണ്ടുന്ന ദൈവിക സമാധാനം, ദൈവിക ആനന്ദമുണ്ട്. ഹല്ലേലൂയ. അത് എത്ര പറഞ്ഞാലും തീരുകയില്ല. അത് അനുഭവിച്ചെങ്കിലേ കഴിയുള്ളൂ. ദൈവികമായ ഒരു ആനന്ദം, ഹല്ലേലൂയ, അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ഭവനത്തിൻ്റെ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു അവസ്ഥയിലാണ് യേശുവിൻ്റെ അമ്മ അവിടെ യേശുവിനോട് അത് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ സംഭവിച്ചത് എന്നാണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുകയും ആ കൽപ്പാത്രങ്ങൾ വെള്ളം നിറച്ചത് യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, പിന്നെയോ ആ ഭവനത്തിലുണ്ടായിരുന്ന സ്തോത്ര ശുശ്രൂഷക്കാരാണ് ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചത്. ഹല്ലേലൂയ. അവിടെ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തെ, ഹല്ലേലൂയ, മനുഷ്യന് അസാധ്യമായതിനെ ദൈവം അത് സാധ്യമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾ ആ ഭവനത്തിൽ വെളിപ്പെട്ടു വന്നു. ആ ഭവനം നിന്ദിക്കപ്പെടുമെന്ന് തോന്നിയ സ്ഥാനത്ത് ദൈവം ആ നിന്നെ ഉരുട്ടിക്കളഞ്ഞു. എനിക്ക് വേണ്ടി ഈ കല്ലാര് ഉരുട്ടിക്കളയുമെന്ന് ചോദിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ആ കല്ലിനെ ഉരുട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്നലകളിൽ നാം അനുഭവിച്ച ദൈവസാന്നിധ്യം എത്രയോ ശ്രേഷ്ഠമാ. നമ്മുടെ നിന്ദകളെ അകറ്റിക്കളഞ്ഞ, നമ്മുടെ പരിഹാസങ്ങളെ മാറ്റിക്കളഞ്ഞ ഒരു ദൈവസാന്നിധ്യം നാം അനുഭവിച്ചില്ലേ? നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ ഏതെങ്കിലും അസ്വസ്ഥതകൾ കൊണ്ടുവരുന്നെങ്കിൽ, സമാധാനമില്ലായ്മ കടന്നു വരുവാൻ സാഹചര്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്കൊന്ന് മടങ്ങി വരിക. ഹല്ലേലൂയ. യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സന്തോഷത്തെ അവൻ നമുക്ക് മടക്കിത്തരും കേട്ടോ. നമ്മുടെ വിലാപത്തെ നമ്മുടെ കർത്താവ് നമുക്ക് നൃത്തമാക്കി തീർക്കും എന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ യേശു ചെയ്ത ആ അത്ഭുത പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യര് സാധാരണ ചെയ്യാറുള്ളതും എന്നാൽ കർത്താവ് ചെയ്തതുമായ ആ പ്രവൃത്തിയെ ആ വിരുന്നുവാഴി അവിടെ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യർ സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെ, ആദ്യം സ്തോത്രം, ഏറ്റവും വീര്യം കൂടിയത് വീഞ്ഞാണ് അവിടെ വിരുന്നുകാർക്ക് വിളമ്പുന്നത്. പിന്നീട് എളുപ്പമായതേ വിളമ്പാറുള്ളൂ. പക്ഷേ യേശു ആ ഭവനത്തിൻ്റെ അവസ്ഥ മാറ്റി കഴിഞ്ഞപ്പോൾ വീര്യമുള്ളത്, ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണമേന്മയുള്ളത് ആദ്യം മുതൽ അവസാനം വരെ അത് സെർവ് ചെയ്യുവാൻ ആ കുടുംബത്തിൽ ദൈവം കരുതൽ അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ മായങ്ങളില്ല, മാലിന്യങ്ങളില്ല. ഏറ്റവും ശ്രേഷ്ഠമായതാണ് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. ലോകം പറഞ്ഞു ഇത് തീർന്നുപോയി, ഇപ്പോൾ പരിഹാസിതരായിത്തീരും, ഇപ്പോൾ നിന്ദിക്കപ്പെടും. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട് കർത്താവ് അവിടെ വെളിപ്പെടുത്തുവാൻ. ദൈവമക്കളെ, നമുക്ക് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ഒരു യേശുവിൻ്റെ സാമീപ്യമുള്ള ഒരു കുടുംബം, യേശുവിനെ സ്വീകരിച്ചതായ ഒരു കുടുംബം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ അവിടെ ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:11 നമ്മൾ കാണുന്നത് അവിടെ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സമയമാണത്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, അതിലൊക്കെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാനാണ് പലപ്പോഴും നമ്മളിൽ ഒരു പ്രതിസന്ധി വരുന്നത്, ഒരു കുറവ് വരുന്നത്. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ താൽക്കാലികമായ ഒരു കുറവ്, താൽക്കാലികമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടു എന്ന് തോന്നിയാലും അവിടെ തൻ്റെ മഹത്വം ആ വിഷയത്തിൽ വെളിപ്പെടുത്തും. ദൈവീക മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും, നമ്മുടെ തലമുറയിൽ വെളിപ്പെടും, നമ്മുടെ വിഷയങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ദൈവവൈതൽ ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ, യേശു കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, യേശുവിൻ്റെ സാമീപ്യം നിന്റെ ഭവനത്തിൽ നിഴലിക്കുന്നുവെങ്കിൽ, ദൈവവൈതലെ ആ പ്രതികൂലങ്ങളെ അവൻ നിന്റെ മഹത്വത്തിനാക്കി തീർക്കും. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠകരമായ നിലയിൽ ദൈവം നമ്മെ ആദരിക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ട് നമ്മളിപ്പോൾ കേട്ടത് 3 ഭവനങ്ങളെ, ആ ഭവനങ്ങളിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആ കുടുംബങ്ങളിൽ ദൈവം വരുത്തിയതായ മാറ്റത്തെക്കുറിച്ചാണ്. ദൈവിക സാന്നിധ്യം ഏത് നിലയിൽ അനുഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നത്. അടുത്ത ഒരു ചിന്ത കൂടെ ദൈവമക്കളുമായി പങ്കുവയ്ക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യേശു പത്രോസിൻ്റെ ഭവനത്തിൽ വന്നാറെ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന. ഹല്ലേലൂയ. ഇപ്പോൾ യേശു ക്രിസ്തു പത്രോസിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുക. ആ വന്നപ്പോൾ ആ ഭവനത്തിൽ സംഭവിച്ചത്, യേശുവിൻ്റെ സാമീപ്യം ആ ഭവനത്തിൽ ഉണ്ടായ വ്യത്യാസമെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഭവനത്തിൻ്റെ അസ്വസ്ഥതകൾ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. വല്ലാത്തൊരു അസ്വസ്ഥമാക്കുന്ന അവസ്ഥയിലൂടെ ആ ഭവനം കടന്നു പോവുകയാണ്. വല്ലാത്ത പനി ബാധിച്ച്, രോഗബാധിതയായി, ക്ഷീണിതയായി, തളർന്ന അവസ്ഥയിൽ ഒരു കുടുംബം കടന്നു പോകുമ്പോൾ അവിടെ കർത്താവ് വന്ന് അവിടെ കൈക്ക് പിടിച്ചു, അവിടെ കയ്യിൽ തൊട്ടു, അവിടെ പനി അവളെ വിട്ടുമാറി. ഹല്ലേലൂയ. യേശുവിൻ്റെ സാമീപ്യം, യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സാമീപ്യം,
യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സ്പർശനം എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിൻ്റെ അസ്വസ്ഥതകളെ മാറ്റും, സമാധാനമില്ലായ്മയെ മാറ്റി സ്വസ്ഥത കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് ഏതെങ്കിലും കുടുംബങ്ങളിൽ അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ, സമാധാനക്കേടുണ്ടെങ്കിൽ, സ്വസ്ഥതയില്ലായ്മ ഉണ്ടെങ്കിൽ, ആമേൻ, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശു കർത്താവിൻ്റെ ഈ സാമീപ്യം അവരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനിടയായിത്തീരും. വലിയ വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് നമുക്ക് ദൈവദിനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ആ ഭവനത്തിൻ്റെ അസ്വസ്ഥതകൾക്കെല്ലാം പരിഹാരം വരുത്തി. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പത്രോസിൻ്റെ അമ്മായിമ്മ തനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കർത്താവിനും ആ ശിഷ്യന്മാർക്കും ശുശ്രൂഷ ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്കൊരു നന്മ ചെയ്യുമ്പോൾ, നമുക്ക് കർത്താവ് തൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം തരുമ്പോൾ, നമ്മുടെ പാപത്തെ കർത്താവ് ക്ഷമിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളുടെ അവസ്ഥകളെ മാറ്റുമ്പോൾ, നമ്മുടെ അസ്വസ്ഥതകൾക്ക് ഭേദം വരുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് കർത്താവിന് എന്നാ പ്രതിഫലമായി കൊടുക്കേണ്ടത്? ഹല്ലേലൂയ, സ്തോത്രം. കുറച്ച് പണമുണ്ട്, അത് കൊണ്ടുവന്ന് നമ്മൾ ദശാംശമായിട്ട് ഇട്ടേക്കാം, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുത്തേക്കാം. ഇത് മാത്രം മതിയോ? ഹല്ലേലൂയ. നമ്മളെ തന്നെ സമർപ്പിക്കണം. നാം എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യുന്നവരായിത്തീരണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിത്തീരണം. ഇങ്ങനെ അസ്വസ്ഥമാക്കപ്പെട്ട് കിടക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാം പാർക്കുന്നിടത്തുണ്ട്. നമ്മുടെ സ്വന്തം ഭാഷ സംസാരിക്കാൻ കഴിയുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നു. മറ്റ് ഭാഷകളൊന്നും വശമില്ലെങ്കിലും സ്വന്തം ഭാഷ സംസാരിക്കാൻ കഴിയുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നു. ആമേൻ. കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്കേത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയാനെങ്കിലും ദൈവപൈതലിന് കഴിയണമെന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. സ്തോത്രം. യേശു സന്ദർശിച്ച ആ ഭവനത്തിൽ കർത്താവ് സ്വസ്ഥത അയച്ചു, സൗഖ്യമയച്ചു. ഹല്ലേലൂയ എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സമയം അതിവേഗത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 10-ാം അധ്യായം വായിക്കുമ്പോൾ 38-ാമത്തെ വാക്യം മുതൽ വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട് മാർത്തയുടെയും മറിയുടെയും അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. മാർത്തയുടെയും മറിയുടെയും അനുഭവം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ഇവിടെ ആമേൻ ചെയ്യുന്നത് ഹല്ലേലൂയ. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ദൈവശബ്ദം കേൾക്കുവാൻ. മറിയ ദൈവശബ്ദം കേൾക്കുമ്പോൾ മാർത്ത അവിടെ പല ശുശ്രൂഷകൾ ചെയ്യേണ്ടതിന്, ഒരുപക്ഷെ യേശുവിനെ ശുശ്രൂഷിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിന്, മറ്റ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വളരെ അസ്വസ്ഥമാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ യേശു കർത്താവിനോട് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്ന മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ഹല്ലേലൂയ. പലതിനെ ചൊല്ലി സങ്കടപ്പെടുകയാണ്, പലതിനെ ചൊല്ലി കലങ്ങുകയാണ്. ഹല്ലേലൂയ. ആ പലതിനെ ചൊല്ലി കലങ്ങുന്ന ഭവനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ സാമീപ്യം കൊണ്ട് ആ ഭവനത്തിലുണ്ടാകുന്നത് കർത്താവ് പറയുന്നുണ്ട്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളെക്കുറിച്ച് മാത്രമല്ല, പലതിനെക്കുറിച്ച് നിനക്ക് ചിന്തകളുണ്ട്, ഭാരങ്ങളുണ്ട്. ഹല്ലേലൂയ. കലങ്ങിയുമിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ. ഹല്ലേലൂയ. ഈ കലക്കത്തിൻ്റെ ആവശ്യമില്ല, ഈ അസ്വസ്ഥമാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ത് വേണം? ഹല്ലേലൂയ. അല്ല, ഒന്നു മതി. അതെന്താണ്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല എന്നിവിടെ ദൈവജനത്തെ നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഏറ്റവും നല്ല അംശമാണ് ഇവിടെ മറിയ തിരഞ്ഞെടുത്തത്. അതെന്തായിരുന്നു? കർത്താവിൻ്റെ പാദത്തിലിരുന്നു കൊണ്ട് ദൈവശബ്ദത്തിന് കാതോർക്കുക എന്നുള്ളത്. ദൈവപൈതലെ, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലതായതേ കർത്താവ് നമുക്ക് തരികയുള്ളൂ. ഹല്ലേലൂയ. അത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ജീവൻ്റെ അപ്പമാകുന്ന ജീവൻ്റെ മന്ന, ഈ ദൈവത്തിൻ്റെ വചനം, അതിന് കാതോർക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ സാമീപ്യമുള്ളതായ ഒരു ഭവനത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് വേണം നിങ്ങൾ സ്വീകരിക്കുവാൻ എന്നാണ്. പലതിനെ ചൊല്ലി പലതിനെക്കുറിച്ച് ആകുലതപ്പെട്ട് വേദനപ്പെട്ടിരിക്കുമ്പോൾ ദൈവപൈതലെ, ഇന്ന് രാത്രി കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കടന്നു വന്ന ദൈവപൈതലെ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, നീ പലതിനെ ചൊല്ലി ആകുലപ്പെട്ടിരിക്കുന്നു, എന്നാൽ ശ്രേഷ്ഠമായത് ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ആ നല്ല അംശം, ആ ശ്രേഷ്ഠമായത്, ഹല്ലേലൂയ, ആർക്കും
നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ നല്ല അംശത്തെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതാർക്കും നമ്മളിൽ നിന്ന് കവർന്നു കളയാൻ കഴിയത്തില്ല. കാരണം നാം ദൈവവചനം മനനം ചെയ്യുമ്പോൾ, ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ അവൻ തൻ്റെ ആത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കുകയും സ്വർഗീയ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ ആ സമാധാനത്തെ എടുത്തു കളയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു പ്രതികൂല കാറ്റിന് നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ കഴിയത്തില്ല. അത് പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച് പണിഞ്ഞ ഒരു ഭവനമാണ്, മണ്ണിൻ്റെ മേൽ പണിഞ്ഞ ഭവനമല്ല. യേശുവിനെ സ്വീകരിക്കുന്ന ഭവനം, നല്ല അംശം തിരഞ്ഞെടുക്കുന്ന ഭവനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് ആർക്കും നിന്നിൽ നിന്ന് കവർന്നു കളയാൻ കഴിയത്തില്ല. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ആർക്കും കവർന്നു കളയാൻ കഴിയാത്ത, ആരാലും എടുത്തു കളയാൻ കഴിയാത്ത ദൈവിക സമാധാനം കൊണ്ട്, ദൈവിക സ്വസ്ഥത കൊണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തെയും, എല്ലാ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.